പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ ഇഡി റെയ്ഡിനിടെ ഉണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസ്, 7 പേർ കസ്റ്റഡിയിൽ. ഇഡി സംഘത്തെ മാരകായുധങ്ങളുമായി ആക്രമിച്ചു എന്നാണ് എഫ്ഐആർ. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഏറ്റവും ആകാംക്ഷയോടെ നോക്കിക്കണ്ട ഒരു സംഭവമായിരുന്നു ഈ റെയ്ഡ്. അതായത് പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഇഡി നടത്തിയ റെയ്ഡ്. ആ റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥർ മടങ്ങുന്നതിനിടെയാണ് വലിയ അക്രമ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. പിന്നീട് അതിനെ തുടർന്ന് ആ പ്രതികളെ പിടികൂടാൻ പോയ സാഹചര്യത്തിൽ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതികളെ കയറി പിടികൂടുന്നതടക്കം പോലീസുമായി വലിയ തർക്കം, നേതാക്കളുടെ അടക്കം ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടതാണ്. എന്നാൽ അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കെ വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള, പ്രത്യേകിച്ച് BNS 109 അടക്കം വധശ്രമ കുറ്റമടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി ഇപ്പോൾ മ്യൂസിയം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെ പരാതിക്കാരൻ എന്ന് പറയുന്നത് അത് ED അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അദ്ദേഹമാണ് ഇതിൽ പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ഈ കാർ ഡ്രൈവർ, അതേപോലെ തന്നെ ഡിക്സൺ ഡേവിഡ് ഉദ്യോഗസ്ഥനാണ്, CRPF ഓഫീസേഴ്സ്, അതേപോലെ കേരള പോലീസ് ഓഫീസേഴ്സ്, ഇത്രയും പേർക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് FIR പറയുന്ന കാര്യം. മാത്രവുമല്ല, അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് മടങ്ങവേ ഉദ്യോഗസ്ഥരെ അടക്കം ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്നുള്ള മുൻകൂർ ഉദ്ദേശത്തോടു കൂടി 300ഓളം പേർ മാരകായുധങ്ങളുമായി അന്യായമായി സംഘടിച്ചു. കൂടാതെ ഈ വാഹനം പുറത്തേക്ക് വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി അടക്കം തടസ്സപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി 3 വാഹനങ്ങൾ, അതായത് 3 കാറുകൾ, ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ ആക്രമിച്ചു. വടി, കല്ല്, ഇഷ്ടിക തുടങ്ങിയ മാരകായുധങ്ങൾ അത് കൈവശം കരുതിയാണ് ഈ ആക്രമണം നടത്തിയത്. 300ഓളം പേരുകൾ അക്രമാസക്തരായി ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് 3 കാറിനെയും വളഞ്ഞ് ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ ഉദ്യോഗസ്ഥനെ വടികൊണ്ട് കൈക്കടിച്ച് പരിക്കേൽപ്പിച്ചു. അതേപോലെ തന്നെ കാർ ഡ്രൈവറെ ഇഷ്ടിക കൊണ്ട് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ FIR-ൽ പറയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് തടയാനെത്തിയ CRPF ഉദ്യോഗസ്ഥരെയും കേരള പോലീസ് ഉദ്യോഗസ്ഥരെയും വടികളും കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ FIR-ൽ പറയുന്നുണ്ട്. അങ്ങനെ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നും FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വധശ്രമം, അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് അന്വേഷണ ഏജൻസികളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, മാരകായുധങ്ങളുമായി അന്യായമായി സംഘടിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ, ബെയിൽ കിട്ടാത്ത വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തിട്ടുമുണ്ട്.